പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 1-ാം മാസത്തിൻ്റെ 8ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 135-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവർക്കും ദൃശ്യമാകുന്ന നിലയിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കളേക്കാൾ മൂല്യമുള്ളത് ഭൂമിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളാണ്. എപ്പോഴും വളരെ മൂല്യമുള്ള വസ്തുക്കൾ മറയപ്പെട്ടിരിക്കുകയാണ് പതിവ്. അങ്ങനെ തന്നെയാണ് പവിഴം, മുത്ത്, രത്നം, സ്വർണം, മറ്റ് ലോഹങ്ങൾ, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയെല്ലാം ഭൂമിയുടെ ഉള്ളിലാണ്. ഉപരിതലത്തിൽ നിന്നും ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയേക്കാൾ എല്ലാം വിലയുള്ളത് മേൽപ്പറഞ്ഞ നിക്ഷേപങ്ങളാണ്. അതുപോലെ ദൈവമക്കൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളായിരിക്കുകയും മറ്റുള്ളവർ അത് തിരിച്ചറിയാതെയും ഇരിക്കുന്നു. ഈ നിക്ഷേപങ്ങളെ നശിപ്പിക്കുവാൻ മറ്റ് മനുഷ്യർക്കോ സാത്താനോ കഴിയുകയില്ല. നാം വലിയ മുതൽ മുടക്കി വാങ്ങുന്ന സ്വർണം, വെള്ളി തുടങ്ങിയവ അലസമായി വീടിൻ്റെ മുറ്റത്തോ വരാന്തയിലോ ഇട്ടിട്ട് നാം കതകടച്ച് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാറുമില്ല. അതുപോലെ വലിയ വില കൊടുത്ത് യാതൊരു വിലയുമില്ലാത്ത വസ്തുക്കൾ വാങ്ങുകയുമില്ല. നാം കൂടുതൽ മുടക്കി വാങ്ങിയ, വില കൊടുത്ത് വാങ്ങിയ വിശേഷ വസ്തുക്കൾ അലമാരയിലോ മറ്റു കെട്ടുറപ്പുള്ള സ്ഥാനത്തോ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി നമ്മുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ദൈവം യാതൊരു വിലയുമില്ലാത്ത മനുഷ്യരെ വലിയ വില കൊടുത്ത് വാങ്ങുകയും വാങ്ങിയതിനു ശേഷം അവനെ വിലയുള്ളതാക്കി തീർത്ത് അവൻ്റെ ഉള്ളിൽ നിക്ഷേപങ്ങൾ നിറയ്ക്കുകയും ചെയ്തതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിയിടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് എത്രയോ വിചിത്രമാണ്. നാം വില കൊടുത്ത് വാങ്ങിയത് നമ്മുടെ സ്വന്തമാണ്. മറ്റാർക്കും അതിന്മേൽ അവകാശം സ്ഥാപിക്കുവാൻ അധികാരമില്ല. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ലോകത്തിന് നമ്മുടെ മേൽ യാതൊരു അവകാശവുമില്ല. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് പിശാചിനോ മറ്റ് ജാതികൾക്കോ യാതൊന്നിനും നമ്മെ ഈ ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ല. മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളോടുള്ള സ്നേഹവും കരുതലും വളരെയാണ്. അതിൻ്റെ വ്യാപ്തി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടി കരുതുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള ബോധ്യമുള്ള മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ആത്മവിശ്വാസവും സുരക്ഷിത ബോധവും വാക്കുകൾക്ക് അതീതമാണ്. ഇതുപോലെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായ നാം ദൈവത്തിൻ്റെ സ്വന്തം സ്വത്താണ്. ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിൻ്റെ മക്കളുമാണ്. മക്കൾ എപ്പോഴും മാതാപിതാക്കളെ കുറിച്ച് വേണ്ടത്ര വിചാരമില്ലെങ്കിലും മാതാപിതാക്കൾ എപ്പോഴും മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവരും അവർക്കായി ജീവിക്കുന്നവരുമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വിലപ്പെട്ടത് തൻ്റെ ജീവനാണ്. ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് മനുഷ്യൻ എന്തും ചെയ്യും, എന്തും നഷ്ടപ്പെടുത്തും. എന്നാൽ കർത്താവ് തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്തുകൊണ്ടാണ് നമ്മെ സമ്പാദിച്ചിരിക്കുന്നത്. നാം ചെയ്ത പാപത്തിൻ്റെ ഫലമായ മരണം ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് തൻ്റെ ജീവൻ പകരം നൽകിക്കൊണ്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, വിലയില്ലാത്ത നമ്മെ വിലയ്ക്ക് വാങ്ങി വിലയുള്ളതാക്കി തീർക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യാക്കോബ് ഒരു പുഴുവാണെന്ന് അവനെ ഓർമ്മിപ്പിച്ചതിന് ശേഷം അവനെ വിലയേറിയവനും മാന്യനുമായി ദൈവം തീർത്തിരിക്കുന്നുവെന്ന് അവൻ പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയ ദൈവഭൈതലേ, ദൈവം നമ്മിൽ നിക്ഷേപിച്ചത് നാം വ്യാപാരം ചെയ്യുന്നുണ്ടോ?
എന്ന് നാം ഓരോ ദിവസം ശോധന ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ആമേൻ ഈ നാളുകളിൽ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി, നമുക്ക് വേഗം ഒരുങ്ങാം. ദൈവം നമ്മെ തൻ്റെ സ്വന്തം ജനമായി തീർത്തിരിക്കുന്നു എന്നും നാം ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അതിനായി നമ്മെ എപ്പോഴും ദൈവകൃപയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം വിലയുള്ളതാണെന്ന് ആമേൻ നാം മറ്റുള്ളവരുടെ മുന്നിൽ സ്വത്രം നാം എപ്പോഴും തിരിച്ചറിവുണ്ടായിരിക്കണം. ആമേൻ. വിലയില്ലാത്തത് സ്തോത്രം ഒരിക്കലും വിലയുള്ളത് വിലയില്ലാത്തതിനോടുകൂടെ ഒരിക്കലും നാം നിക്ഷേപിക്കാറില്ല, നാം ഇടാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നിക്ഷേപമായ നാം ഈ ഭൂമിയിലെ വിലപ്പെട്ടതാണ്. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും നാം വിലയേറിയതാണ്. അതുകൊണ്ട് നമ്മുടെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, ഭയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ദൈവകൃപയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതം യാക്കോബിനെ പോലെ ഇസ്രായേലിനെ പോലെ നിക്ഷേപമായിട്ടും വിലയേറിയതായിട്ടും നമ്മെ തിരഞ്ഞെടുത്ത ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും കർത്താവേ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ ഈ ഭൂമിയിൽ വിലയുള്ളതാക്കി തീർത്ത നല്ല സ്നേഹത്തിനായി, കരുതലിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ കർത്താവേ, ഞങ്ങൾ അപ്പൻ്റെ വിലയേറിയ നിക്ഷേപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ദൈവകൃപ ഞങ്ങളുടെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾ പാപം ചെയ്യാതെ, പാപം നിരൂപിക്കാതെ, കർത്താവെ പാപികളോട് ഇരിക്കാതെ, പാപികളോട് സ്വന്തം കർത്താവെ നടക്കാതെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഒരു നിക്ഷേപമായി മാറട്ടെ. കർത്താവേ, ആരെങ്കിലും പിന്മാറ്റ അനുഭവങ്ങളിലായിരിക്കുന്നവരുണ്ടെങ്കിൽ വാസ്തവമായി വില കൊടുത്ത് മേടിച്ച ദൈവത്തെ തിരിച്ചറിയാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ സ്വർഗമേ, ഇന്ന് പകൽക്കാലം ഈ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടതിനായി പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിനാൽ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം വിലയേറിയതായി തീരുവാൻ, ആരും വില കുറഞ്ഞവരായി കാണുവാൻ ഇടവരാതെ എല്ലാവരും മാന്യരായി, കർത്താവ് വിലയേറിയവരായി കാണുവാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും. മകച്ചമങ്ങെടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.